മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ റീ എൻട്രി നടത്തിയത് മുതൽ ഭയങ്കര ആക്റ്റീവാണ്. എല്ലാവരോടും ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നു. പക്ഷേ രേണു ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ല. ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു. എപ്പോഴും വീട്ടിൽ പോകണമെന്ന് പറയും. അതുപോലെ തന്നെ എപ്പോഴും മൂഡ് ഓഫ് ആയിരിക്കും. വയ്യ വയ്യ എന്ന് പറയും. അങ്ങനെ ഇരുന്നൊരു കണ്ടസ്റ്റൻ്റ് ആണ് ഇപ്പോൾ ഇങ്ങനെ ചേഞ്ച് ആയിരിക്കുന്നത്. അപ്പോൾ രേണു സുധിയുടെ ഈ ചേഞ്ച് കാണുമ്പോൾ അനീഷും ഷാനവാസൊക്കെ പറയുന്നുണ്ട്, എന്താണല്ലേ രേണു ഭയങ്കരമായിട്ട് മാറിപ്പോയി. രേണു ഇവിടെ നിന്നും പോയതിന് ശേഷമാണ് ആക്റ്റീവ് ആയതെന്ന് ഷാനവാസ് പറയുന്നു. അപ്പോൾ ഒനീൽ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, രേണു ഇവിടെ കുറേ സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ അതൊന്നും കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അനീഷും പറയുന്നുണ്ട്, അത് ശരിയാ, ഇവിടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പാട്ടുപാടിയൊക്കെ നടക്കാറുണ്ടായിരുന്നു എന്ന്. ഉടനെ അഭിലാഷ് പറയുന്നത്, ഞാനൊരു കാര്യം പറയട്ടെ, രേണു പോയില്ലായിരുന്നു എങ്കിൽ ഇപ്പോഴും പോകില്ലായിരുന്നു, ഉറപ്പാ. കാര്യം എന്താണെന്നോ, രേണുവിന് അത്രയ്ക്ക് ഫാൻ ബേസ് ഉണ്ടായിരുന്നു പുറത്ത്. ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് എൻ്റെ വീട്ടുകാർ എന്നോട് പറഞ്ഞത് ഏറ്റവും വലിയ മണ്ടത്തരം കാണിച്ച കണ്ടസ്റ്റൻറ്റ് രേണു ആണെന്നാണ്. ആ സമയത്താണ് ആ ഇമ്പാക്റ്റ് ഞാനും അറിഞ്ഞത്. അവരെ ഇഷ്ടപ്പെടുന്ന വലിയൊരു ജനതയുണ്ടായിരുന്നു. അവരുടെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ മാറി വേറെ ലെവലായെന്നൊക്കെ അഭിലാഷ് പറയുന്നുണ്ട്. എന്നിട്ട് അഭിലാഷ് പറയുന്നത്, എന്നെ സോഷ്യൽ മീഡിയ വഴി കുറച്ച് പേർക്കൊക്കെ അറിയാം. ഷാനവാസിനെ സീരിയലിൻ്റെ ആ ഒരു രീതിയിൽ കുറച്ച് പേർക്കൊക്കെ അറിയാം. പക്ഷേ രേണുവിനെ ഓൾറെഡി നെഗറ്റീവ് കാരണം കേരളക്കര മുഴുവനും അറിയാമായിരുന്നു. ആ സമയത്താണ് രേണു ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത്. പക്ഷേ ഇവിടെ വെച്ച് രേണുവിൻ്റെ നെഗറ്റീവൊക്കെ മാറി പോസിറ്റീവായി. പുറത്ത് നല്ല രീതിയിൽ രേണുവിന് സപ്പോർട്ടുണ്ട്. നെഗറ്റീവ് ഇല്ല എന്നല്ല, പക്ഷേ നെഗറ്റീവിനേക്കാളും കൂടുതൽ ഇപ്പോൾ പുള്ളിക്കാരിക്ക് പോസിറ്റീവാണ്. എന്നിട്ട് അഭിലാഷ് പറയുന്നുണ്ട്, നമ്മളെല്ലാവരും എന്താണ് കരുതിയത്, രേണു ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെയല്ലേ. പക്ഷേ അങ്ങനെയല്ല. ഇവിടെ ഗെയിം, ചാട്ടം, ഓട്ടം, തുള്ളൽ അതൊന്നുമല്ല. അതൊക്കെ ഒരു ഭാഗമാണ്. പക്ഷേ അതുമാത്രമല്ല എല്ലാം. ഉദാഹരണം സാബുമാൻ എത്ര സൈലൻ്റ് ആണ്, പക്ഷെ സാബുമാൻ ഇത്രയും ദിവസം നിന്നില്ലേ. സാബുമാനും നല്ല ഫാൻ ബേസ് ഉണ്ടെന്നൊക്കെ അഭിലാഷ് പറയുന്നു. എന്തായാലും രേണു സുധി അങ്ങനൊരു മണ്ടത്തരം കാണിച്ച് വോക്ക്ഡ് ഔട്ട് ആയി പോയില്ലായിരുന്നുവെങ്കിൽ ടോപ്പ് 7-ൽ രേണു സുധിയും ഉണ്ടാകുമായിരുന്നു എന്നാണ് അഭിലാഷ് പറയുന്നത്. ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമ്പോൾ ഓരോരുത്തരുടെയും വിചാരം ഇവിടെ ഗെയിം കളിക്കുന്നവർക്കേ നിൽക്കാൻ പറ്റൂ, അതല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ളവർക്കേ ഇവിടെ നിൽക്കാൻ പറ്റൂ എന്നൊക്കെയാണ്. എന്നാൽ അതൊക്കെ തെറ്റാണ് എന്ന് തെളിയിച്ചു തന്ന 2 കണ്ടസ്റ്റന്റുകളാണ് രേണു സുധിയും സാബുമാനും. ആ ഒരു കാര്യം അഭിലാഷിന് പോലും പുറത്തിറങ്ങിയതിന് ശേഷമാണ് മനസ്സിലായത്. കാരണം രേണു ഇവിടെ വലിയ കാര്യമായിട്ടോ ഒന്നും ചെയ്തില്ല. ഗെയിമിലായിക്കോട്ടെ ആക്റ്റീവ് ആയിക്കോട്ടെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എന്നിട്ടും രേണുവിൻ്റെ ഫാൻ ബേസ് കണ്ട് അഭിലാഷ് പോലും ഞെട്ടിപ്പോയെന്നാണ് അഭിലാഷ് പറയുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.